ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇതാ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു വേറൊരു സ്നാക്സ് ഐറ്റവുമായിട്ട്. വേറെയൊന്നുമല്ല, പരിപ്പ് വട എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്നറിയാം. എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ മടി പിടിച്ചിരിക്കുന്നവർക്ക് ഇതൊരു ടെംപ്റ്റേഷൻ ആകുമല്ലോ എന്നോർത്തു. അത് തന്നെയല്ല, ഇതറിയാൻ മേലാത്തവർ പ്രത്യേകിച്ചും ഇത് കണ്ട് ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുകയും കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഇതിന് എടുത്തിരിക്കുന്നത് ഈ പരിപ്പാണ്. ഇതുണ്ടോ, ഇത് ഈ കടലപ്പരിപ്പ്, സാമ്പാറിനൊക്കെ ഇടുന്ന കടലപ്പരിപ്പ്, ഈ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഒരു 4 മണിക്കൂർ കുതിർത്തിട്ട് എടുത്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കുറച്ചേറെ ഉണ്ട്. ഞാനിത് ഏറെ ഉണ്ടാക്കാൻ കാര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതുണ്ടാക്കി അരച്ചെടുത്ത് വെച്ച് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് വെളിയിലെടുത്ത് വെച്ച് അന്നേരം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ തെരുതെരെ ഉണ്ടാക്കാൻ പോവുകയും വേണ്ട. പെട്ടെന്നൊരു സ്നാക്സ് കഴിക്കണം തോന്നിയാൽ ഇതെടുത്ത് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പം ഇത് ഞാൻ കുറച്ചേറെ എടുത്തിട്ടുണ്ട്, ഏറെ ഉണ്ടാക്കാൻ ഓർത്തുണ്ട്. അതിന് പിന്നെ വേണ്ടുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ, ഈ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുള്ളി ചെറുതായിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക. ഇവിടെ കുഞ്ഞുള്ളി എൻ്റെ തീർന്നു പോയി, ഞാൻ അതുകൊണ്ട് സവോളയാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ചെറുതായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടിയത് കറിവേപ്പില വേണം. ഇത് ഫ്രഷ് കറിവേപ്പിലയാണ്. അത് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. പിന്നെ പച്ചമുളക് വേണം. ഇത് ഞാൻ ഇഞ്ചിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് പോയി, പിന്നെ ഞാൻ ഓർത്ത് സെപ്പറേറ്റ് കാണിക്കണമല്ലോ ഒന്ന്. പച്ചമുളകും ഞാനൊരു 5-6 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി അതും ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ കുതിർത്ത് വെച്ച ഈ പരിപ്പിൽ നിന്ന് കുറച്ച് പരിപ്പെടുത്ത് മാറ്റി വെക്കണം. കാരണം അത് ഞാൻ പറഞ്ഞു തരാം എന്തിനാണെന്ന്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഓപ്ഷനിലാണ് കായം വേണം, കായപ്പൊടി. അത് ഞാനിടുന്നുണ്ട്. അതിനൊരു പ്രത്യേക ഫ്ലേവറും സ്മെല്ലും ഒക്കെ തരും, ടേസ്റ്റും ഉണ്ടാകും. അതിനുവേണ്ടി ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതിന് വേറെ ഇത്ര സാധനങ്ങളേ ഉള്ളൂ. വേറെ ഒരു മസാലയോ പൊടികളോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് ആദ്യം തന്നെ ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഞാൻ അരച്ചുകൊണ്ട് വരട്ടെ. ആ അരയ്ക്കുന്നതും ഒത്തിരി പേസ്റ്റ് പോലെ അരഞ്ഞു പോകരുത്, അത് ചെറിയ തരിതരി പോലെ. അപ്പം മിക്സി അടിച്ചതിന് ശേഷം വീണ്ടും സ്റ്റോപ്പ് ചെയ്തിട്ട് നോക്കണം, ഒത്തിരി അരിഞ്ഞ് പേസ്റ്റ് ആകാതെ ഒരു മയത്തിൽ അരച്ച് 1-2 കഷ്ണങ്ങളൊക്കെ കിടന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിത് അരച്ചിട്ട് വരാം. ഞാനിവിടെ എല്ലാം അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാമല്ലോ. ഒത്തിരി പേസ്റ്റ് അല്ല, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് തരിതരിയൊക്കെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ മുഴുവനായിട്ടും കിടപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഇനി നമുക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ച സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് അരയ്ക്കാതെ എടുത്ത് വെച്ചില്ലേ, അതെടുത്ത് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് കൊടുക്കാം. കാരണം ഇടയ്ക്ക് ഒരു തരിതരി വേണം, മൊത്തം ഇങ്ങനെ പരിപ്പായിട്ട് കിടക്കണം. എന്നാലേ ആ പരിപ്പോടെ ഒരു ക്രിസ്പിനെസ്സും അത് കാണാനും ഒരു രസമുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ സൂക്ഷിച്ചിടണം, കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യം ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം. കൈ നന്നായിട്ട് കഴുകിയതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ചിട്ടിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കായപ്പൊടി അത് വേണ്ടിയവർ ഇട്ടാൽ മതി, വേണ്ടെങ്കിൽ ഇടണ്ട. ഒരു കുറച്ചിട്ടാൽ മതി, നമുക്ക് കാണാമല്ലോ. ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി, അത്രയും മതി. ഇനി ഇത് നമുക്ക് തവി വെച്ചോ സ്പൂൺ വെച്ചോ ഒന്നുമല്ല, കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. എന്നാലേ അതിൻ്റെ എല്ലാതെ പിടിച്ച് എല്ലാം പരുവത്തിന് കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒന്ന് കുഴച്ചെടുക്കട്ടെ. പിന്നെ ഞാനിത് 4-5 എണ്ണം ഇവിടെ പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം ഇത്രയേ ഉണ്ടാക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഞാനെടുത്ത് ഫ്രീസറിൽ വെക്കുവാണ്, ആവശ്യം വരുമ്പോൾ ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമുക്കുണ്ടാക്കാം. അപ്പോൾ ഇതാ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ സാധാരണ കുക്കിംഗ് ഓയിൽ എടുത്തിരിക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. ഇനി നമുക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. വെള്ളം കൂടിപ്പോയാൽ ഇത് പൊട്ടിപ്പോവും. അതുകൊണ്ട് നമ്മൾ അരയ്ക്കുമ്പം വെള്ളം ഒട്ടും വെള്ളമായ ഇല്ലെന്നുള്ള ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ ഇത് ഇടുമ്പം പൊട്ടിപ്പോവും. ഇന്ന് ഞാനിപ്പോൾ 5 എണ്ണം ഉണ്ടാക്കുന്നുള്ളൂ. അതാകട്ടെ അവിടെ ഇരുന്നത്, ഒരു വശം ശരിക്കാകട്ടെ. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. നല്ലപോലെ ആയില്ല, എന്നാലും ഈ വശവും ഒരുപോലെ ഒന്ന് വേകട്ടെ. ഇപ്പം വരെയും പൊടിഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി ഇതുപോലെ മറുവശം കൂടെ ഒന്നാകട്ടെ കേട്ടോ. നമ്മുടെ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല മൊരിഞ്ഞ പരിപ്പ് ഇവിടെ, നല്ല ക്രിസ്പിനെസ് ഉണ്ട്. നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം. കണ്ടോ, അകം എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്.
അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഈ പറഞ്ഞാൽ പരിപ്പ് കുതിർക്കുക, പച്ചമുളക്, ഇഞ്ചി, ഉള്ളി, ഉപ്പ്, ഇത്ര സാധനങ്ങളുടെ ആവശ്യമുള്ളൂ. അരച്ചെടുക്കുക. ഞാൻ അതിൻ്റെ ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആരും ഇത് ചെയ്യാൻ മറക്കരുത്. ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്യണം. അപ്പം ഇതൊന്ന് കഴിച്ച് നോക്കാം. കഴിക്കുമ്പോൾ നല്ല ക്രിസ്പിനെസ് ഉണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഒച്ച കേൾക്കാമായിരിക്കാം. അടിപൊളിയായിട്ടുണ്ട്, വളരെ ടേസ്റ്റിയാണ്. അപ്പം ഞാൻ ഈ ടേസ്റ്റിയാണെന്നൊന്ന് പറയുന്നതിലും നല്ലത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പം ഞാൻ വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.